മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനും ഉണ്ണിയും വൈകുന്നേരം ബീച്ചിലോട്ട് ഒന്ന് വന്നാണ് കേട്ടോ. കടൽ എങ്ങനെയുണ്ട് നോക്കണം. കുറേ ദിവസമായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്കിന്ന് ഹോളിഡേ ആണ് കേട്ടോ. ഫ്രൈഡേ സാറ്റർഡേ നമുക്കിവിടെ അവധിയാണ്. സീ അത്യാവശ്യം റഫാണ് കേട്ടോ. കടലിലേക്കൊന്ന് ഇറങ്ങാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ സീ അത്യാവശ്യം റഫാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നില്ല എന്ന് വെച്ചു. ഉണ്ണി, എൻ്റെ കൂടെ ഉണ്ണി ഉണ്ട് കേട്ടോ. ഉണ്ണിക്ക് എന്താ പറയാനുള്ളത് ഉണ്ണി? നത്തിങ്. നല്ല രസമാണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബീച്ചിലൊന്നും ആരും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇങ്ങനെ എന്താണ് ഇങ്ങനെ നടന്നു നോക്കാം. ആരും ഇല്ല ഇവിടെ. കാമാണെങ്കിൽ രാവിലെയൊക്കെ ആൾക്കാരുണ്ടാവും കേട്ടോ. കുട്ടികളെയും കൂട്ടിയിട്ട് നീന്താനൊക്കെ ആയിട്ട് വരും. കുട്ടികളൊക്കെ നന്നായിട്ട് നീന്തുകയൊക്കെ ചെയ്യും ഇവിടെ. സൺസെറ്റിനുള്ള സമയമായി, പക്ഷെ കാലാവസ്ഥ ഒരു വെതർ ശരിയില്ലാത്തതുകൊണ്ട് നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഉണ്ണി, നമ്മൾ രണ്ടുപേരും മാത്രം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു ഹൊറർ മൂവിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ തോന്നുന്നുണ്ടോ? ഉണ്ണി, എനിക്ക് എന്താ തോന്നുന്നു? ഉണ്ണി, പേടിയാവുന്നുണ്ടോ? എനിക്ക് ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമുക്ക് പാമ്പിനെ പേടിക്കണ്ട, പിന്നെന്താ വലിയ വേറെ മൃഗങ്ങളെ പേടിക്കണ്ട, ആരും പേടിക്കണ്ട, മനുഷ്യനെ പേടിക്കണ്ട. അല്ല ഉണ്ണി, ഇത് ഞാൻ ആദ്യം ചിരട്ടയുടെ തൊണ്ടാന്നാ വിചാരിച്ച, പക്ഷെ ചിരട്ടയല്ലാട്ടോ, അതൊരു ജീവിയാണ്, ഷെല്ലാണ്. അതിന്റെ ഉള്ളിലൊരു സാധനം ഉണ്ട്. ഇതേ നോക്കിയേ, അതിന്റെ ഉള്ളിൽ കുടുങ്ങിയാണോ? നോക്കിയേ, കാണുന്നില്ല. നമ്മളെ കണ്ടപ്പോ അത് ഉള്ളിൽ ഇറങ്ങിയാണ്. ഉള്ളില് കൂടി, ചിരട്ടയുടെ ഉള്ളില് കുടുങ്ങിയാണോ? ആണാണ്, ചിരട്ടയുടെ ഉള്ളിൽ കുടുങ്ങിയതാന്ന് തോന്നുന്നു. ഞാനേ നടക്കുന്നതിനിടയിൽ ചിരട്ടയാന്ന് പറഞ്ഞൊരു സാധനം ചവിട്ടിയെ. അപ്പോഴത്തേനും ചിരട്ടയായിരുന്നില്ല, ഷെല്ലായിരുന്നു കേട്ടോ. പിന്നെ കടിച്ചു കഴിഞ്ഞത് ഞാൻ പേടിച്ചു പോയി. കടിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പോലും ഇല്ല മര്യാദക്കൊന്നും ചികിത്സിക്കാൻ. ഇവിടെ ഐലൻഡിൽ ടൂറിസ്റ്റൊക്കെ വന്ന് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട് കേട്ടോ. റിസോർട്ടുകളില്ല, ഗസ്റ്റ് ഹൗസുകളുണ്ട്. ചെറിയ ചെറിയ ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട് കേട്ടോ. സീസണൊക്കെ ആകുമ്പോൾ ടൂറിസ്റ്റൊക്കെ വരാറുണ്ട്. ഗസ്റ്റ് ഹൗസ് കാണിച്ചു തരാം. ആ കാണുന്നത് ഒരു ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. അതൊരു ഗസ്റ്റ് ഹൗസ് ആണ്. ഇങ്ങനെ കുറച്ച് ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഐലൻഡിന്റെ ഉള്ളിലുള്ള കാഴ്ച എന്ന് പറയുന്നത് കേട്ടോ. നിറയെ വീടുകളാണ്, നിറച്ചും വീടുകളാണ്, എല്ലായിടത്തും വീടുകളാണ്. അതൊക്കെ വീടുകളാണ് കേട്ടോ, നിറച്ചും വീടുകൾ. യെസ്, ഇവിടെ നോക്കിയാൽ നമുക്ക് കടൽ കാണാൻ പറ്റും. വേറെ നോക്കിയാൽ നമുക്ക് കടൽ കാണാൻ പറ്റില്ല അല്ലേ? നടന്നു. ഞങ്ങള് നടന്നായിരുന്നു ഇങ്ങനെ എത്തിട്ടോ. വൈകുന്നേരമായി. ഇതൊക്കെ തന്നെയാണ് ഇവർ പരിപാടി. ഇതാ പിള്ളേർ അവിടെ ഓടിക്കളിക്കുകയാണ്. ഇത് ഞങ്ങളുടെ സ്കൂളിന്റെ ഗ്രൗണ്ടാണ്. അവിടെ കാണുന്നതാണ് ഞങ്ങളുടെ സ്കൂള്. ഇതാണ് ഞങ്ങളുടെ സ്കൂൾ. അപ്പൊ കുട്ടികൾ അവിടെ ഓടിക്കളിക്കുന്നു. ഉണ്ണിയുടെ ഒരു ഫ്രണ്ട് അവിടെ കളിക്കുന്നുണ്ട്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാല് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഐലൻഡിൽ റൗണ്ട് ചെയ്ത് നടക്കാം. പിന്നെന്താ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഹോളിഡേ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ അങ്ങനെ ചെയ്യാനൊന്നുമില്ല. വൈകുന്നേരം കോഫിയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങുക, ഇതുപോലെ നടക്കുക, അത്രേ ഉള്ളൂ. ജിമ്മിന് പോയിക്കൊണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങളുടെ ഐലൻഡിൽ ആദ്യത്തെ 2 നില വീടാണ് കേട്ടോ ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ ചെറിയ ചെറിയ വീടുകളാണ്, പക്ഷെ നല്ല സൗകര്യമുള്ള വീടുകളാണ്. വളരെ നല്ല രീതിയിലാണ് ഇവർ ഇന്റീരിയർ ചെയ്യുന്നത് കേട്ടോ. വീടുകളുടെ ഇന്റീരിയർ, എക്സ്റ്റീരിയറിന് ഇവർ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല വീടുകളിൽ, പക്ഷെ ഇന്റീരിയർ ഇവർ നന്നായിട്ട് ചെയ്യും കേട്ടോ. അതിപ്പോൾ നമ്മൾ റെന്റിന് എടുക്കുന്ന വീടാണെങ്കിലും നല്ല രീതിയിൽ ഫേർണിഷ്ഡ് ആയിട്ടാണ് അവർ നമുക്ക് തരുന്നത്. അപ്പം ഇതാണ് കേട്ടോ, ഇതാണ് സ്കൂള്. ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്റർടൈൻമെന്റ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇതുപോലെയുള്ള നടത്തവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ്, ജോലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സ് തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ സ്കൂൾ. ഞങ്ങളുടെ സ്കൂൾ. ഞാനിപ്പം അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് ഞാനും ഉണ്ണി വീട്ടിലെത്തി കേട്ടോ. ജ്യൂസ് കുടിക്കുകയാണ്, കോഫി കുടിക്കുന്ന ഗ്ലാസ്സിലെ ജ്യൂസ് കുടിക്കുന്നത്. അപ്പോൾ until the next video, it's me Vidya signing off.